താരസംഘടനയിൽ കൂട്ടയടിയാണ്, നാണം കെട്ട അടി, അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ആരോപണങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭീകരമായ ആരോപണമാണ്. സ്ത്രീകളായ നേതൃത്വം നിന്നുകൊണ്ട് അതിനകത്ത് സ്ത്രീകളുടെ തന്നെ പരാതികളുടെ പ്രവാഹമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ടിനി ടോമിനെതിരെയൊക്കെ ഗുരുതരമായ ആരോപണം വന്നിരിക്കുന്നു. ടിനി ടോം പറയുന്നത് എന്നെ തകർക്കാൻ വേണ്ടി വരികയാണ്. ശരിക്കും അമ്മയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പറ്റാത്തതാണോ സർ? അമ്മയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പറ്റാത്തതാണോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ കാണേണ്ടത് വേറൊരു രീതിയിൽ കാണണം. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ചുരുണ്ടുകൂടി നിശബ്ദമായി മാളത്തിലൊളിച്ച ആൺ നേതൃത്വങ്ങളുണ്ടായിരുന്നൊരു സംഘടന നമ്മൾ കണ്ടത് അല്ലേ? അതായത് ഹൈക്കോടതി പോലും ഞെട്ടിപ്പോയി. ഈ താരങ്ങളൊക്കെ തറയെ വീണ് ഉടഞ്ഞു എന്നാണ് ഹൈക്കോടതി പോലും പരാമർശിച്ചത്. അത്തരത്തിലുള്ള അതിഭീകരമായ സംഗതികളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ഈ സിനിമാ ലോകത്തെക്കുറിച്ച് പുറത്തേക്ക് വന്നത്. അതിൻ്റെ യഥാർത്ഥ പബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങൾ പലതും ഇപ്പോഴും സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അത്രയ്ക്ക് മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള, അതായത് മനുഷ്യൻ എന്നുള്ള പരിഗണനയില്ലാതെ മനുഷ്യരോട് പെരുമാറുന്ന പ്രവൃത്തികളെക്കുറിച്ചിട്ടുള്ള സംഗതികളായിരുന്നു ആ റിപ്പോർട്ടത്. വിശേഷിച്ചും സ്ത്രീകളെ അബ്യൂസ് ചെയ്യുന്നതിലുള്ള സംഗതി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ കോൺട്രവേഴ്സി ഇടുന്ന നമ്മളുടെ 2024 ഓണാഘോഷമാണെന്ന് തോന്നുന്നു. ആ ഓണാഘോഷത്തിനൊരു ഒറ്റ താരങ്ങൾക്കും സ്ക്രീനിൽ വരാൻ, ഈ സിനിമാ സ്ക്രീനിൽ വരാനുള്ള ധൈര്യം ഉണ്ടായില്ല. അവരെ അവതരിപ്പിക്കാനുള്ള ചങ്കൂറ്റം ചാനലുകാർക്കും ഉണ്ടായില്ല. കാര്യം അത്രയ്ക്ക് പൊതുജനത്തിൻ്റെ മുമ്പിൽ അപഹാസ്യരായിട്ട് ഈ പറഞ്ഞതുപോലെ ഈ തൊലിയുരിഞ്ഞ് നിൽക്കുന്നൊരവസ്ഥയായിരുന്നു. അവിടെ നിന്ന് വളരെ മനോഹരമായിട്ട് ഈ ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ മീഡിയയും പൊളിറ്റിക്സും എല്ലാവരും കൂടെ ചേർന്നൊരു സംഘം നമ്മുടെ കേരളത്തിൽ ഇന്ന് നിലവിലുണ്ട്. അതായത് മീഡിയ, പൊളിറ്റിക്സ്, സിനിമ. വിശേഷിച്ചും മീഡിയയേക്കാൾ ഉപരി സിനിമ ആൻഡ് പൊളിറ്റിക്സ്, ഇത് രണ്ടും കൂടെ മെർജ് ചെയ്തു കേരളത്തിൽ. അതായത് അത് കാരണം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സിനിമാ മേഖലയിൽ നടക്കുന്ന എന്ത് വൃത്തികേടുകളാണെങ്കിലും ഒരു പരിധിക്കപ്പുറത്തേക്ക് അത് പോവില്ല. അതാണ് എൻ്റെ പ്രത്യേകത. അതുകൊണ്ട് അത് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംഭവിച്ചത്. ഇപ്പോൾ ഉദാഹരണത്തിന് ആ മേഖലയിൽ നടക്കുന്ന അവിടുത്തെ എല്ലാ മോഹൻലാലും മമ്മൂട്ടി ഉൾപ്പെടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുള്ള സംഗതി. ഒരു പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ അറിവുള്ളവരാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ. പക്ഷേ അവരെയൊക്കെ ഈ പറഞ്ഞതുപോലെ ആ ഒരു വർഷത്തേക്ക് അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു തൊട്ടുകൂടായ്മയൊക്കെ ഉണ്ടെന്ന് സ്വയം തോന്നുകയും സമൂഹം അങ്ങനെ കൽപ്പിക്കുകയും ചെയ്തു. പെട്ടെന്ന് അത് മാറി വീണ്ടും ഒരു പഴയതിനെക്കാട്ടിയുള്ള അവസ്ഥയിലേക്ക് വന്നു. അതിനുശേഷമാണ് ഈ സ്ത്രീകളുടെ നേതൃത്വം ഈ താരസംഘടന വന്നത്. അവിടെയാണ് അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അവിടെ ശ്വേതാ മേനോൻ പ്രസിഡൻ്റായിട്ട് വന്നു, കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നു. നമ്മളതിനെ ആ രീതിയിലാണ് ഒന്ന് കണ്ടു നോക്കുക. കാരണം ഇത് ആ താരസംഘടനയിൽ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്കെതിരെയാണ് ഉണ്ടായ ചൂഷണം മുഴുവൻ. ഈ സിനിമാ മേഖലയിൽ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നതും ടോർച്ചറുകൾക്കിരയാവുന്നതും ലൈംഗികമായ സർവ്വവിധ എന്താ പറയുക ഈ വൈകൃതങ്ങൾക്ക് ഇരയാകുന്നതുമെല്ലാം സ്ത്രീകളാണ്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം അത് പുറത്തു വന്നു. പകുതി ഒരു ചെറിയ രീതിയിലേ പുറത്തു വന്നിട്ടുള്ളൂ. ഇതെല്ലാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരാൻ കാരണം ഒരു നടി പരസ്യമായ ഒരു വാഹനത്തിൽ വെച്ചിട്ട് ആക്രമിക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലമാണ്. അപ്പോൾ ഈ സ്ത്രീകളിലേക്ക് ഇതിൻ്റെ അമ്മയുടെ നേതൃത്വം വരിക എന്ന് പറയുമ്പോൾ അതിനൊരു ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് കേരളത്തിലുണ്ട്. അവിടെയാണെന്ന് കാണേണ്ട സാധനം. അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് സ്ത്രീകളാൽ നയിക്കപ്പെടുന്ന ഒരു സംഘടനയായിട്ട് താരസംഘടന മാറി. അപ്പോൾ ഇപ്പോൾ എന്താണ് നമ്മൾ കാണുന്നത്? സ്ത്രീകൾ തമ്മിൽ അവരതിൻ്റെ ഒരു അന്തസ്സ് കാത്തു സൂക്ഷിക്കുകയും മാത്രമല്ല സ്ത്രീകൾ ഇടപെടുന്ന പല മേഖലകളും ഇതിൽ ഏറ്റവും ഈ താരസംഘടനകളൊക്കെ നോക്കേണ്ടത് കേരളത്തിലെ കുടുംബശ്രീയിലേക്കാണ് നോക്കേണ്ടത്. എത്ര മനോഹരമായിട്ടാണെന്നറിയാം കുടുംബശ്രീ യൂണിറ്റുകൾ ജനായത്ത സംവിധാനത്തിൻ്റെ സകല മാന്യതകളും പാലിച്ച് പരസ്പരം സഹായിച്ച് അവരുടെ കുടുംബങ്ങളുടെ ക്ഷേമങ്ങൾ അവരന്വേഷിച്ച് വൃത്തിയോടുകൂടി കൊണ്ടുപോകുന്നുണ്ട്. ഇത്ര കാലമായിട്ട് ഒരു കറപ്ഷൻ കാണുന്നില്ല. അതാണ് എനിക്ക് ഭയങ്കര ഈ കേരളത്തിൽ ഇന്ന് ബഹുമാന്യരായിട്ടുള്ള വ്യക്തികളാണ് ഈ കുടുംബശ്രീ എന്ന് പറയുന്നത്. നമ്മളിവിടുത്തെ ഈ നോർത്തിലുള്ള ഒരു ഇത് നടത്തുന്നുണ്ട്, ഒരു ഹോട്ടൽ നടത്തുന്നുണ്ട്, എന്താ പേര് ഞാൻ മറന്നുപോയി. ഞാൻ അവിടെ പലപ്പോഴും ഈ കുടുംബശ്രീ എക്സ്പീരിയൻസ് സുഭിക്ഷ എന്നു തോന്നുന്നു. അത് വിശാലമായ സംഗതിയാണ്. കൊച്ചിയിലെ ഏറ്റവും വലിയ ഒരു ഹോട്ടൽ എന്ന് പറയുന്നത് ശരിയല്ല, അതിന് ഭക്ഷണ കേന്ദ്രമാണത്. ഏറ്റവും വൃത്തിയോട് നടക്കുന്ന, ഏറ്റവും ചിട്ടയോട് നടക്കുന്ന, ഏറ്റവും കുറഞ്ഞ ചെലവിൽ
നിങ്ങൾക്ക് ഈ കൊച്ചി നഗരത്തിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും രുചികരമായിട്ടുള്ള, ഏറ്റവും മനോഹരമായ അന്തരീക്ഷത്തിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണ സ്ഥലമാണ്. എനിക്ക് തോന്നുന്നത് കൊച്ചിൻ കോർപ്പറേഷൻ്റെ ആഭിമുഖ്യം തുടങ്ങിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ സുഭിക്ഷ എന്നാണെന്ന് തോന്നുന്നു അല്ലേ? എൻ്റെ പേര് ഞാൻ പറഞ്ഞു. അതൊരു സന്ദർശന കൗതുകത്തിന് പറ്റുന്നൊരു സ്ഥലമാണ് കൊച്ചിയിൽ. ഭക്ഷണം കഴിക്കാനല്ലെങ്കിൽ പോലും അവിടെ പോയിട്ട് അതിൻ്റെ മാനേജ്മെൻറ്റ്, ആ സ്ത്രീകൾ ഓരോ മേഖലയും ഡീൽ ചെയ്യുന്ന രീതി, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മാനേജ്മെൻറ്റ് സ്റ്റഡിക്ക് വിധേയമാക്കേണ്ട സാധനമാണ്. അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ ഇറങ്ങുന്നവർക്ക് പോലും ഈ മാനേജ്മെൻറ്റ് പിടിയുണ്ടാവത്തില്ല. അത്രയ്ക്ക് മനോഹരമായ ക്വാളിറ്റി ഫുഡ്. അത് ഞാൻ പറഞ്ഞ വാക്കുകളില്ല സാധനം. അത്രയ്ക്ക് നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്നൊരു സാധനമാണ്. അത് സ്ത്രീകളുടെ അവിടുത്തെ ഈ കുടുംബശ്രീയുടെ ആ സ്ത്രീകളുടെ അതിനകത്ത് പങ്കെടുക്കുന്ന ഞാൻ ഓരോ സ്ത്രീകളെയും അവർ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ട്. അവർ ഓരോ മേഖലയിലും വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ശ്രദ്ധയും അവരുടെ പ്രോസസ്സിനകത്ത് ശ്രദ്ധിക്കുന്നതും സ്ട്രെസ് ഇല്ലാത്തതും കസ്റ്റമേഴ്സിനുള്ള ഡീലിങ്സും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഞാൻ പറഞ്ഞ മാനേജ്മെൻറ്റ് ഈ കൊച്ചിയിലെ ഇവരുടെ ഈ സുഭിക്ഷ കേന്ദ്രത്തിൽ നിന്ന് പഠിക്കേണ്ടതാണ് ശരിക്കും. അതിനിപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിക്ക് പോലും വന്ന് പഠിക്കാനായിട്ട് ഉള്ള സംഗതി അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അത്രയും വിദഗ്ധമായിട്ട് സ്ത്രീകൾക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറ്. അതുപോലെ തന്നെ പല മേഖലകളിലും സ്ത്രീകൾ ഇപ്പം മുമ്പോട്ട് വരുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് ആ എഫിഷ്യൻസി കാണാൻ കഴിയും. ഇപ്പോൾ ഒന്നും വേണ്ട, റോഡുകളിലേക്ക് ഇറങ്ങിയപ്പോൾ ഇപ്പോൾ സ്ത്രീകളൊക്കെ ഈ പറഞ്ഞാൽ ആണുങ്ങളൊക്കെ ആവാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആണുങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും വളരെ ഡിസിപ്ലിൻ ഡ്രൈവിങ് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളിൽ നിന്ന് ഒരു സമൂഹം വലിയ പ്രതീക്ഷ കൽപ്പിക്കുന്ന സമയത്താണ് സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ഒരു സംഘടനയുമാണ് അമ്മ. സംശയമില്ലാത്ത കാര്യമാണ്. ഗ്ലാമറുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് ഒരു സാമൂഹ്യ ബോധത്തോടു കൂടി ഒരു ജനായത്ത സംവിധാനത്തിലെ ഒരു സംഘടനയ്ക്ക് ഉണ്ടാകേണ്ട രീതികൾ എന്താണ്, എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ പ്രവർത്തിക്കേണ്ടത്, ഒരു ക്രിമിനൽ കേസ് വന്നാൽ അത് നമ്മളത് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണോ അതോ ക്രൈമാണെങ്കിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, പോലീസിലാണോ കൊടുക്കേണ്ടത്, അതോ ഇത് നമ്മുടെ ഇൻറ്റേർണലായിട്ട് നമ്മൾ പരിഹരിക്കേണ്ടതാണോ, അത് ഇൻറ്റേർണൽ പരിഹരിക്കേണ്ടത് ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെയാണ് ഒരു സംഘടനയുടെ പ്രസക്തി വരുന്നത്. ഇതൊന്നും ഇവർ ഈ സംഘടനയിൽ അനുവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ളൊരു ധാരണ ഈ അമ്മ സംഘടനയ്ക്കില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ വൃത്തികെട്ട വഴക്കുകളിൽ നിന്ന്. ഇതുകൊണ്ട് എന്താ പ്രശ്നം? ആൾക്കാർ പറയുകയാണ്, കണ്ടില്ലേ സ്ത്രീകളുടെ കയ്യിൽ ഭരണം കിട്ടിയപ്പോൾ എല്ലാം കൂടെ കിടന്ന് തമ്മിലടിക്കുന്നു, സ്ത്രീകൾ ഒത്തുപോകില്ല. ഇത് സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ഒരു വലിയ അപകടമാണ്. ഞാൻ ആ രീതിയിൽ അതിനെ കാണുന്നത്. ഇപ്പോൾ അമ്മ താരസംഘടന, ഈ അമ്മ അവരെങ്ങനെ നടക്കുന്നു എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ അവരുടെ താരസംഘടനകളുടെ ഒരു പക്ഷേ ഒരുപാട് പേർക്ക് മറ്റ് ആനുകൂല്യങ്ങളും സഹായങ്ങളും കൊടുക്കുന്നുണ്ടാവും. പക്ഷേ ഒരു സാമൂഹികമായിട്ട് ഈ താരസംഘടന പുറത്തേക്ക് വയ്ക്കുന്ന ഒരു മെസ്സേജ്, ഇവരെല്ലാം സെലിബ്രിറ്റീസാണ് ഇല്ലേ? ശ്വേതാമേനോനാണെങ്കിലും ഈ പറഞ്ഞതുപോലെ അൻസിബ ഹസനാണെങ്കിലും ലക്ഷ്മി പ്രിയ ആണെങ്കിലും എല്ലാവരും സെലിബ്രിറ്റീസാണ്. ഇവരുടെ തമ്മിലടിയാണ് കാണുന്നത്. അപ്പോൾ ഇപ്പം തന്നെ സ്വാഭാവികമായിട്ട് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ പെണ്ണുങ്ങളെ ഏൽപ്പിച്ച ഇതുപോലെ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ സ്ത്രീകൾക്ക് അപമാനമാകുന്ന രീതിയിൽ ഈ സ്ത്രീകൾ നല്ല മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണത്. അവർക്ക് അവരുടെ കയ്യിലേക്ക് ഒതുങ്ങി വന്ന ഒരു ടെക്നോളജി, ഒരു ടൂൾ അവരുടെ കയ്യിൽ വന്ന സമയമാണ് മനുഷ്യചരിത്രത്തിൽ ആദ്യമായിട്ട്. അപ്പോൾ ഈ സമയത്ത് സ്ത്രീകൾക്ക് മൊത്തത്തിൽ പേരുദോഷം കേൾപ്പിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് ഈ താരസംഘടന അധപ്പതിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അതിനകത്ത് പറയുന്ന ഓരോരുത്തരുടെ അടുത്ത് നോക്കും. ഇന്നലെ ശ്വേതാമേനോനൊന്നും അറിയുന്നില്ല എന്ന് പറയുന്നു അല്ലേ? എന്നിട്ട് ഒരു പിന്നെ എക്സിക്യൂട്ടീവ് അംഗം നീനാക്കുറുപ്പിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ തന്നെ അവിടെ കയറ്റുന്നതിന് വിലക്ക് കൽപ്പിച്ചു എന്ന് ലക്ഷ്മിപ്രിയ എന്ന് പറയുന്നു. ലക്ഷ്മിപ്രിയയുടെ കുടുംബജീവിതം തീർക്കുന്നതിന് അൻസിബയോ അതുപോലെ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഹിൽ പാലസിൽ കൊണ്ട് കേസ് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ഒരു വർഗീയ പരാമർശം നടത്തും. അൻസിബ എന്താണ് ജിഹാദിയാണെന്ന് ടിനി ടോം പറഞ്ഞെന്ന് പറയുന്നു. ടിനി ടോം ആക്ഷേപിച്ചു എന്ന് പറയുന്നു, ചിലരെ അടിച്ചു എന്ന് പറയുന്നു, ഉപദ്രവിച്ചു എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള പരസ്പരം വ്യക്തിപരമായ പകപോക്കലും പേഴ്സണൽ സംഗതികളുണ്ടായിട്ട് സ്ത്രീകൾക്ക് പേരുദോഷം കേൾപ്പിച്ചു എന്നുള്ളതാണ് ഈ താരസംഘടന. സെലിബ്രിറ്റീസ് ആയിട്ടുള്ള സ്ത്രീകൾ ഇവരെല്ലാം എന്ത് ചെയ്യുന്ന സമൂഹം നോക്കിയിരിക്കുകയാണല്ലോ. ഇന്നത്തെ വിശേഷം നമ്മുടെ ഈ മാധ്യമ ലോകത്തിൽ ഈ സോഷ്യൽ മാധ്യമങ്ങളും അതുപോലെ മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം ഇവർക്ക് പ്ലേസ് കിട്ടുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മുമ്പിൽ വരുന്ന ആർട്ടിസ്റ്റുകളാണ് ഇവർ, സ്വാഭാവികമായിട്ട് കിട്ടും അത്. അപ്പോൾ ഇവരുടെ കയ്യിലൊരു സംഘടന വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനെ അവർ നശിപ്പിച്ച് കേരളത്തിലെ സ്ത്രീകൾക്ക് പൊതുവിൽ പേരുദോഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള, കാരണം പല കമൻറ്റുകളും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ കാണുന്നുണ്ട്, ഇവരെ ഏൽപ്പിച്ച അംഗീകരിക്കും കണ്ടില്ലെന്ന് പറഞ്ഞിട്ട്.
അല്ലേ? അതെ. അപ്പോൾ ഞാൻ പറയുന്നത് ഈ കുടുംബശ്രീയെ പോലും, അതുകൊണ്ടാണ് കുടുംബശ്രീയെക്കുറിച്ച് ഞാൻ ആവർത്തിച്ച് പറയുന്നത് സാർ. കാര്യം അത് കണ്ട് പഠിക്കേണ്ട സാധനമാണ്. മാനേജ്മെൻറ്റിൻ്റെ എങ്ങനെയാണ് മോഡേൺ മാനേജ്മെൻറ്റ്, മനസ്സിലായില്ലേ? ആ മാനേജ്മെൻറ്റിലെ ഫെമിനൈൻ ക്വാളിറ്റി ശ്ലാഘനീയമായ സാധനമാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർക്കൂടെ കൂടി ആക്ഷേപവും അപമാനവും ഉണ്ടാക്കുന്ന രീതിയിലായിപ്പോയി ഈ താരസംഘടനയുടെ പ്രവൃത്തി. ഈ പറഞ്ഞതുപോലെ ഈ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളെ സ്ത്രീകൾക്ക് പോലും വേണ്ട രീതിയിൽ അതിനെ കാണാൻ കഴിയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ അതിനെക്കുറിച്ച് അല്ല, പറയാം? ഇവർക്ക് കുടുംബശ്രീയുടെ ആൾക്കാരെ കൊണ്ട് ഒരു പരിശീലനം കൊടുപ്പിച്ച് കഴിഞ്ഞാൽ ഒരുവിധം ശരിയാവുന്നത്. അപ്പോൾ കുടുംബശ്രീയുടെ പരിശീലനം ഇവരെയൊക്കെ എനിക്കൊന്ന് അങ്ങനെയൊന്നും പരിശീലിപ്പിച്ചാൽ ശരിയാവുന്ന പ്രശ്നമല്ല. ഇവരുടെ എല്ലാം ഇൻട്രസ്റ്റുകൾ വളരെ വ്യത്യസ്തമാണ്. കുടുംബശ്രീ എന്തുകൊണ്ടാണ് വിജയിക്കുന്നത്? ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. അവരുടെ എല്ലാം കൂടെ ഗോൾ ഒന്നാണ്. കാര്യം അവരുടെ ജീവിതമാണ് പ്രശ്നം. ഇവർക്ക് ജീവിതമായിട്ട് ബന്ധമില്ല. ജീവിതത്തിൻ്റെ ഫ്രില്ലുകളാണ് ഇതൊക്കെ, മനസ്സിലായില്ലേ? ഒരു ഫ്രില്ല് പോയി കഴിഞ്ഞാൽ അടുത്ത ഫ്രില്ല് വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. മറ്റവർക്ക് അതല്ല, സാരിയാണ് പ്രശ്നം, മനസ്സിലായേ? ജീവിതമാണ് പ്രശ്നം. അതുകൊണ്ടാണ് അവരുടെ ലക്ഷ്യം ഒന്നാണ്, അവരുടെ കുട്ടികളെ പഠിപ്പിക്കണം. തുച്ഛമായ വരുമാനം ഇവർക്കുള്ളൂ, വലിയ വരുമാനമൊന്നുമില്ല. ഈ കുടുംബശ്രീ പ്രവർത്തിക്കുന്നവർക്ക് അവർ പല രീതിയിലും മൈക്രോ ഫിനാൻസ് ലോണും മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചിട്ടിയും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് അവർ പോകുന്ന സാധനം. അതാണ് അവർ ജീവിതമാണ് കുടുംബശ്രീയെ ഈ ഒരു മാനേജ്മെൻറ്റിലേക്ക് മാറ്റുന്നത്. ശരിക്കും ലൈഫിൻ്റെ ടച്ചുള്ളൊരു മാനേജ്മെൻറ്റ്, മോഡേൺ മാനേജ്മെൻറ്റ് ശരിക്കും കുടുംബശ്രീയെ കണ്ടുപിടിക്കേണ്ട സാധനമാണ്. അപ്പോൾ ഇവർ എങ്ങനെയാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും, അതായത് ധനമുണ്ട്, സോഷ്യൽ റെക്കഗ്നിഷൻ ഉണ്ട്, സോഷ്യൽ അറ്റൻഷൻ ഉണ്ട്, അല്ലേ? ഫിസിക്കൽ ഫെസിലിറ്റീസ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്, എവരിതിങ് ഈസ് അവൈലബിൾ. എന്താ അവൈലബിൾ അല്ലാത്ത? മാനേജ്മെൻറ്റ്. എന്താ അതിൻ്റെ കാരണം? ഒരു സാമൂഹിക ബോധമില്ല, അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. ബാക്കിയെല്ലാം ഉണ്ട്. അപ്പോൾ അതാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്ക് വലിയ അപമാനം ഉണ്ടായിട്ടുള്ളത് ഈ താരസംഘടനയിലൂടെ. ഈ സ്ത്രീ സമൂഹത്തിന് കേരളത്തിലെ ഈ പുറമേക്ക് വരുന്ന, കാരണം സ്ത്രീകൾ വൻതോതിലും സമൂഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്, വന്നു കഴിഞ്ഞു, കേരളത്തിലൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ അവരൊക്കെ ഇനി ഓരോരോ സ്ഥാനങ്ങളിലേക്ക്, ഇപ്പോൾ നമ്മളെല്ലാം 50% സംവരണം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആവശ്യം, അത് എല്ലാ അസംബ്ലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, അല്ലേ? ഇപ്പോൾ തന്നെ പ്രാദേശിക സമിതികൾ നോക്കൂ, വളരെ സ്തുത്യാർഹമായ രീതിയിൽ പ്രവർത്തിക്കുന്ന വനിതാ മെമ്പർമാർ നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാൻ കഴിയും. കുറച്ച് വർഷമായിട്ടുള്ളൂ ഇവർക്ക് പ്രാതിനിധ്യം വന്നിട്ട്, ഇല്ലേ? നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ. അപ്പോൾ അങ്ങനെ സ്ത്രീകൾ വലിയൊരു ഗുണപരമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമൂഹത്തിനെ മുഴുവൻ ആക്ഷേപിക്കുന്ന രീതിയിലായിപ്പോയി ഈ താരസംഘടനയുടെ പ്രവൃത്തികളും അതിൻ്റെ നേതൃത്വവും. വിശേഷിച്ച് നേതൃത്വത്തിന് തന്നെയാണ് പ്രശ്നമുള്ളത്. കാര്യം ഇതൊക്കെ ഒരു സംഘടന ഒട്ടേറെ വിഷയങ്ങളുണ്ടാവും, അതിനെ പരിഹരിക്കുക, അതിനൊരു ദിശാബോധം നൽകുക എന്നുള്ളതാണ് നേതൃത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി. അത് രണ്ടുമില്ല, അതാണ് നമ്മൾ കാണുന്നത്.